പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ആനയിറങ്ങിയ അകമല, ചേപ്പലക്കോട് പ്രദേശങ്ങൾ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. അകമല ചേപ്പലക്കോട് ഭാഗത്ത് ഓരോ ദിവസം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആനശല്യം ശാശ്വതമായി പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ MLA ശ്രീ സേവർ ചിറ്റിലപ്പള്ളി മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള സോളാർ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം ഈ മാസം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വാഴാനി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശ്രീ വിനോദ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അകമല ചേപ്പലക്കോട് നിവാസികളുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം ശാശ്വതമായി വന്യമൃഗ ശല്യം പരിഹരിക്കണം എന്നുള്ളതാണ്. ആ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി സോളാർ ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ മാസം തന്നെ പൂർത്തീകരിച്ച് അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് നമ്മുടെ ഗേറ്റ് വരെയുള്ള ഏരിയയിൽ 5.25 കിലോമീറ്റർ നീളത്തിൽ 18 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഫെൻസിങ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഫെൻസിങ് വലിയതോട് മുതൽ കരുമത്ര വരെ ഒരു ഫെൻസിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ചാർജ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു 6-7 കിലോമീറ്റർ ബാക്കി വരുന്ന ഏരിയ ഉണ്ട്. അവിടേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ വാഴാനി സ്റ്റേഷൻ്റെ 4ഓളം മേഖലയിൽ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റൂർ, അതുപോലെ ചേപ്പിലക്കോട്, അതുപോലെ നമ്മൾ കരുമത്ര, കുറ്റിക്കാട്, മേല്ലം ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സോളാർ ഫെൻസിങ്ങിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. CPM ലോക്കൽ സെക്രട്ടറി MJ ബിനോയ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ, KP മദനൻ, മനോജ്, പ്രദേശവാസികൾ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. നെടുങ്ങാട്ടിൽ ജോയ് ജോസഫ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ആന ഇറങ്ങിയത്. ഒട്ടനവധി വാഴകളും കവുങ്ങുമരങ്ങളും തെങ്ങുകളും നശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.